നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു പവർ ഗെയിം. അതായത് ഒരു കുരങ്ങൻ സന്യാസി ഒരു മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുകയാണ് ഒരു പോരാട്ടം. രണ്ട് കടുവകൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അദ്ദേഹം ആസ്വദിച്ചു കാണുകയാണ് ഈ കടുവകൾ ഏറ്റുമുട്ടി തളർന്നു വീഴുന്നു കാണാൻ വേണ്ടി. ഈ സന്യാസി, കുരങ്ങൻ സന്യാസി വേറെ ആരുമല്ല, ചൈനയാണ്. ഈ രണ്ട് കടുവകൾ വേറെ ആരുമല്ല, അമേരിക്കയും റഷ്യയും. അമേരിക്കയും റഷ്യയും കൂടി പരസ്പരം പോരാടി തളരാൻ വേണ്ടി ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ് ഈ പറയുന്ന സന്യാസി. ഈ സന്യാസിയുടെ കക്ഷത്തിലേക്കാണ് തല വെക്കാനുള്ള യാത്രയാണോ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം? ട്രംപ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാക്സിമം പ്രഷർ കൊടുക്കുകയാണ് ആർക്ക്? റഷ്യ ഇല്ലാതാക്കാൻ വേണ്ടി. റഷ്യയുടെ വളരെ സുഹൃത്തായിട്ടുള്ള ഇന്ത്യയുടെ 50% വരെയായി ഈ പറയുന്ന താരിഫ്. ഓക്കെ, അദ്ദേഹം റഷ്യയോട് പറഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച അവസാനം ഡെഡ് ലൈനാണ്, ഈ ആഴ്ചയും കൂടി കഴിഞ്ഞാൽ അമേരിക്ക ഇറങ്ങുമെന്ന് പറയുന്നു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ നിരീക്ഷകൻ സ്റ്റീവ് വിറ്റ്സ്കോഫ്, ട്രംപിന്റെ അഡ്വൈസറാണ്, അദ്ദേഹം അവിടെ പോയിരുന്നു, ഇന്ന് മോസ്കോയിലുണ്ട്. അടുത്ത ആഴ്ച ഇരുവരും കാണുന്നു എന്ന് പറയുന്നു. ഈ വാർത്തകളൊക്കെ അസ്വസ്ഥനാക്കുന്ന ആരെയാണ്? സന്യാസി അസ്വസ്ഥരാക്കുകയാണ്. കാരണം സന്യാസിയുടെ ആഗ്രഹം എന്താണ്? രണ്ടുപേരും തളർന്നു വീഴുക, രണ്ടുപേരുടെയും ആയുധശേഖരം ഇല്ലാതാവുക. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും അടുത്ത കടുവ അല്ലെങ്കിൽ സിംഹം? ഈ പറയുന്ന ബുദ്ധ സന്യാസിയായിരിക്കും. മോഡിയുടെ യാത്ര എന്തിലേക്കുള്ള യാത്രയാണ്? കാരണം നിങ്ങളൊന്ന് പരിശോധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് 2 മാസമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും അധികം, അമേരിക്കയെക്കാട്ടും കൂടുതൽ ഏറ്റവും അധികം നശിപ്പിക്കാൻ ആഗ്രഹിച്ച രാജ്യം ഈ പറയുന്ന ബുദ്ധ സന്യാസിയാണ്. സന്യാസി മലമുകളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് സപ്ലൈ ചെയ്യായിരുന്നു JL-10, JL-17 ഡ്രോൺസുകൾ. ഒക്കെ ഇതെല്ലാം പ്രോക്സി വാർ ഗെയിം ആയിരുന്നു. 2 മാസം പോലും ആയിട്ടില്ല, അതിനിടയ്ക്കാണ് സന്ദർശനം. ഇന്ത്യ ചെന്ന് പറ്റിയിരിക്കുന്നത് വല്ലാത്തൊരു മുസീബത്തിലാണ്, വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചേ പറ്റൂ. കാരണം 1.5 ബില്യൺ ആളുകളെ തീറ്റിപ്പോറ്റുക അസാധ്യമായ കാര്യമല്ല. കാരണം ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക അസാധ്യമായ കാര്യമല്ല. നമ്മളെപ്പോലെ ഇന്ത്യക്കാര് പല വിദേശ രാജ്യങ്ങളിലും പോയി മാന്യമായി പണിയെടുക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി പലപ്പോഴും പല രാജ്യങ്ങളിലും പോയി ചിരിച്ചു കാണിക്കുന്നത്. കാരണം മാന്യമായിട്ട് സ്ഥാനം കിട്ടട്ടെ, വിദേശ പണം വരട്ടെ. കാരണം തീറ്റിപ്പോറ്റ് അസാധ്യമല്ല. എത്രയും മറ്റു ആളുകളെ തൊഴിൽ വേണം. 1 രൂപ അല്ലെങ്കിൽ 2 രൂപയുടെ ഈ പറയുന്ന നമ്മുടെ ഈ എണ്ണയുടെ വില $1 പോലും മുന്നോട്ട് പോയാൽ ഇന്ത്യയിൽ വലിയ ചലനം ഉണ്ടാക്കും. ഇത്രയും കാലം ഈ 2022 മുതൽ 2025 വരെ ഇന്ത്യ വാങ്ങുന്നുണ്ടായിരുന്നു റഷ്യയുടെ ട്രില്യൺസ് ഓഫ് ഡോളർ, ഏകദേശം $10 ബില്യൺ ബിസിനസ്സാണ് ഇന്ത്യ റഷ്യക്ക് ഒരു മാസം കൊടുക്കുന്നത്. അതിനൊക്കെ അവർ കണ്ണടച്ചു ഈ വെസ്റ്റേൺ കൺട്രീസ്. കാരണം ഇൻഫ്ലേഷൻ കൂടും. പക്ഷേ ഈ ഒരു അവസരമായിരിക്കുകയാണ് ട്രംപിന് മുന്നോട്ട് പോവുക അസാധ്യമാണ്. കാരണം ഇനി റഷ്യ ഉക്രൈൻ വാർ മുന്നോട്ട് പോയാൽ അമേരിക്ക പാപ്പരമം. കാരണം ഇനി അമേരിക്ക അഫോർഡബിൾ അല്ല. അപ്പോൾ ഇതൊന്നും താരിഫ് യുദ്ധം, ഈ പറയുന്ന മീഡിയ പറയുന്ന താരിഫ് മണ്ണാങ്കട്ടിയൊന്നുമല്ല ഈ ട്രംപിന്റെ നീക്കം. ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ അമേരിക്ക സാധിക്കില്ല. ഇവിടെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, സെനറ്റ് ഉണ്ട്, ഹൗസ് ഉണ്ട്. അവർ പറയുന്ന പോലെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ പറയുന്ന ബുദ്ധ സന്യാസിയെ ഇല്ലാതാക്കേണ്ട പുറപ്പാട് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് ആത്മഹത്യപരമാണോ എന്ന് നിങ്ങൾ അടിയിൽ കുറിക്കുക. കാരണം നരേന്ദ്രമോദി യാത്ര, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒപ്പം തന്നെ അതോടൊപ്പം തന്നെയാണ് ഈ ചൈനയും. ചൈനയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് ഒരു ചെകുത്താന്ന് വേറെ ചെകുത്താന്റെ അടിയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധ സന്യാസിയുടെ പരിപാടി എന്ന് പറയുന്നത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ റഷ്യക്ക് കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. സെയിം പരിപാടി തന്നെ. ഈ പറയുന്ന ഡ്യുവൽ ടെക്നോളജി, മൈക്രോ ചിപ്സ്, ഒപ്റ്റിക്സ്, സാറ്റലൈറ്റ് കോമ്പണൻസ്, റഷ്യൻ മിലിറ്ററിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കഴിഞ്ഞ 3 വർഷമായി കൊടുക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ കൊടുത്ത പോലെ തന്നെ നാളെ അവർ ബംഗ്ലാദേശിനും കൊടുക്കും, നാളെ ശ്രീലങ്ക കൊടുക്കും, എല്ലാവർക്കും സാധനം കൊടുക്കും. ഈ റഷ്യ എന്ന് പറയുന്ന മില്യൺസിന്റെ ഡ്രോൺസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്ന്. ഇവർ രണ്ടുപേരുടെ ഒരുമിച്ചാണ് ഡ്രോൺ ഫാക്ടറി ഉണ്ട്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ചൈനയും റഷ്യയും കൂടി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രോഡക്ട്സ്, കൊക്കക്കോള, പെപ്സി, സ്റ്റാർബക്സ്, എല്ലാ പ്രോഡക്റ്റുകളും ആദ്യം ചൈനയെ വരും. ചൈനയെ പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ട്രക്കിൽ എവിടെ പോകും? ഈ ബോർഡറിൽ പോയിട്ടുള്ള വെയർഹൗസിൽ പോയി അവിടുന്ന് കടത്തുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ചൈനയാണ് ഈ പറഞ്ഞ യുദ്ധം കൊണ്ട് ബില്യൺസ് ഉണ്ടാക്കുന്നത്. 47% റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല. പക്ഷെ പണം വാരിക്കോരി ഉണ്ടാക്കുകയാണ് ബുദ്ധസന്യാസി ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക. അതായത് റഷ്യയുടെ എക്കോണമി, റഷ്യയുടെ ഈ വാർ കൊണ്ട് പണം ഉണ്ടാക്കി കയറി പോവുകയാണ് ആര്?
ഈ പറയുന്ന ചൈന. അപ്പൊ ആ ഒരു ചൈനയിലേക്കാണ് ഈ പോക്ക് നരേന്ദ്രമോദിയുടെ. റിയൽ ഗെയിം. ചൈനയുടെ ആഗ്രഹം എന്താണ്? എന്താണ് ചൈനയുടെ യഥാർത്ഥ ആഗ്രഹം? വളരെ സിമ്പിൾ ആണ്. അമേരിക്കയെ ബിസിയാക്കി വെക്കുക, അമേരിക്കയുടെ ആയുധ ശേഖരം ഇല്ലാതാക്കുക. അങ്ങനെ വന്നാൽ എന്താണ് റിയൽ ഗെയിം? റിയൽ ഗെയിം എന്ന് പറയുന്നത് തായ്വാനെ പിടിച്ചടക്കാൻ പോവുകയാണ് ചൈന അധികം വൈകാതെ. ഈ തായ്വാനെ പിടിച്ചടക്കാൻ പോയി കഴിഞ്ഞാൽ അമേരിക്ക എവിടെ ഇടപെടും? ഓൾറെഡി ഇസ്രായേൽ യുദ്ധം, പിന്നെ യുക്രൈൻ യുദ്ധം, ഇതിലെല്ലാം സപ്ലൈ ചെയ്യണ്ടേ? പണമായിട്ടും ആയുധമായിട്ടും ആളായിട്ടും സപ്ലൈ ചെയ്യാൻ സാധനം എവിടെ ഇരിക്കുന്നു? ആരവസരം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമേരിക്ക 2027 ആക്രമിക്കുമെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും എന്താ പറയുന്നത്, 27 ഒരു കാരണവശാലും അമേരിക്ക ഇടപെടില്ല തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ഈ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആഗ്രഹം, അതിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർ അമേരിക്കയെ ശിഥിലമാക്കുക, റഷ്യ ഇല്ലാതാക്കുക, ഇന്ത്യ ഇല്ലാതാക്കുക, അമേരിക്ക ഇല്ലാതാക്കുക. അങ്ങനെ ലോകത്തിലെ ഒരേ ഒരു ശക്തിയെ വളർന്നു വരിക. ഇത് താരിഫ് മണ്ണാങ്കട്ടൊന്നും അല്ല. അതായത് ട്രംപ് ആദ്യം പിടിച്ചിരിക്കുന്ന ചൈനയായിരുന്നു. ചൈന ശരിക്കും പണി കൊടുത്തു. അതായത് സിംഹത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ സിംഹത്തിന്റെ തലയ്ക്ക് തന്നെ അടിക്കുന്നു പറയില്ല. അതാണ് ചൈന നേരെ തലയ്ക്കടിച്ചു. അപൂർവ ധാതുക്കൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ട്രംപ് 25 പറഞ്ഞപ്പോൾ 50 വെച്ചു, 50 വെച്ചപ്പോൾ 70 വെച്ചു. അങ്ങനെ ഇതൊന്ന് വാതുവെപ്പ് പോലെ മുന്നോട്ട് പോയി. അവസാനം ട്രംപ് കീഴടങ്ങി. അപ്പോൾ ഈ പറയുന്ന ഒരു ഫ്രാക്ചർഡ് ആയിട്ടുള്ള, അതായത് വേറൊന്നുമല്ല, ഇതൊരു വല്ലാത്തൊരു കളിയാണ് ചൈനയുടെ. ഇതിൻ്റെ എല്ലാ പുറകിലും വ്യാളിയാണ്, ചൈനീസ് വ്യാളിയാണ്. എല്ലാ യുദ്ധങ്ങൾക്കും പുറകിൽ ഇവൻ മാത്രമാണ്. ഇപ്പൊ ഇന്ത്യ ചെന്ന് പെട്ടിരിക്കുന്ന, ഇന്ത്യക്ക് ഇപ്പൊ ചൈനയെ പിണക്കാനും അമേരിക്കനെ പിണക്കാനും വയ്യ, ചൈനയും കൂടെ വേണം. വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ തിരിച്ചു വരും. ഇതൊരു നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ടെസ്റ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. കാരണം രണ്ടുപേരും നാഷണലിസ്റ്റ് ആണ്. ട്രംപിന്റെ ദേശം, നരേന്ദ്രമോദിക്ക് ഇന്ത്യ എന്നുള്ള വികാരമാണ്. ഈ ഒരു വികാരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ സുപ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്. കാരണം ഇന്നാണ് അദാനി രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന പോർട്ട് കമ്പനിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ചെയർമാനായിട്ട്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ എളുപ്പമാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞുകൂടാ. കാരണം ഈ പറയുന്ന റഷ്യ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. Su-57 തരുന്നു, ആന കുതിര എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ചൈനീസ് കോമ്പണൻസ് ആണ് കൂടുതൽ. Su-57 ചൈനീസ് സംഭവങ്ങളുണ്ട്. വാങ്ങിച്ച എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഓരോ ദിവസം ചെല്ലുന്നവരും റഷ്യ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ചൈന അവിടെ കയറി പിടിമുറുക്കുന്നു. ചൈന പിടിമുറക്കിയാൽ ചൈന ഗാൽവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രഹ്മപുത്രയിൽ അവരൊരു ഡാം പണിയുന്നു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുന്നു, നേപ്പാളിനെ സപ്പോർട്ട് ചെയ്യുന്നു. എവിടെ ചെന്ന് അവസാനിക്കും? ഇന്ത്യ എവിടെ ചെല്ലും? അമേരിക്കയും ഇല്ല, യൂറോപ്യൻ യൂണിയനും ഇല്ല. ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യ ചെന്ന് വിട്ടിരിക്കുന്നത്.